അപ്പം ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. എന്ത് മഴയാണ് വെച്ചിട്ടാ, ഭയങ്കര മഴയാണ്. അപ്പോൾ കേബേജാണ് ഉപ്പേരി വെക്കാൻ കിട്ടിക്കുന്നത്. പൂച്ച മീനിൻ്റെ മണം നോക്കി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം മീൻ നമുക്ക് ചെമ്മീനാണ് കിട്ടിക്കുന്നത്. ഇന്നലെ മേടിച്ചതാണ് ബിരിയാണി വെക്കണം വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ നെയ്ച്ചോറ് വെച്ചു. അപ്പോൾ ചെമ്മീൻ അവിടെ വെച്ചു. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറിയും വെക്കണം, പൊരിക്കും ചെയ്യാലോ വെച്ചിട്ട് ഇപ്പം ഫ്രീസറിൽ വെക്കുക. കാരണം കട്ട പിടിച്ചിട്ടിരിക്കണം ഗൈസ്. ഞാൻ ഒരെണ്ണം എടുക്കാൻ നോക്കുകയാണ്, അത് കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ട പിടിച്ച കാരണം. പൂച്ച എങ്ങനെ മീനിൻ്റെ മണം കേൾക്കണാണാവോ. അപ്പോൾ ചോറ് വെന്ത് വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ച മീനിനും വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കുടിക്കാനും ഗൈസ്. ഉപ്പേരിക്ക് നുറുക്കും ചെയ്യുക, ചായയും കുടിക്കാലോചിച്ചിട്ട് അങ്ങനെ ചായ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴയത്ത് നല്ല പാൽ ചായ നല്ല ചൂട്ടോട് കൂടിയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് കാച്ചി വെച്ചതാണ് ഗൈസ്. നല്ല ടേസ്റ്റല്ലേ കുടിക്കാൻ. അപ്പം പാത്രം വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുതിരുമല്ലോ, അല്ലെങ്കിൽ അതവിടെ കട്ട പിടിച്ച് ഉറച്ചും കൊണ്ടിരിക്കും, അരതിയാൽ കിട്ടൂല. അപ്പം അങ്ങനെ പൂച്ചക്ക് കാവലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരോരോ കുസൃതികൾ ഇവരുണ്ട് നമുക്ക് തുണക്കിട്ടോ. അവരും ഇങ്ങനെ വന്നിരിക്കും. അപ്പം ഞാൻ പൂച്ചനോട് ചായ വേണോ എന്ന് ചോദിക്കട്ടോ. പൂച്ച ഞാൻ എന്തിനാ വരുന്നതാണോ വെച്ചിട്ട് ഓർഡറാ ഓട്ടോ. അങ്ങനെ മീനൊക്കെ മക്കളെ 1 മണിക്കൂർ നേരം ഇരുന്ന് നന്നാക്കി എടുത്തു കേട്ടോ. അതിൻ്റെ വേസ്റ്റാണിത്. പൂച്ചക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. പൂച്ചക്ക് ചെമ്മീനൊന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല. എന്നാലും പൂച്ച എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കരച്ച് മുറിച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് പോകും. പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും പാവല്ലേ. അവരാണെങ്കിൽ മീനിൻ്റെ മണം കേട്ടിട്ട് എവിടെയാണെച്ചെങ്കിലും അവിടുന്ന് ഓടി വരും, എത്ര ദൂരെയാണ് ചില. പക്ഷേ കണ്ടോടം വെച്ച് കക്കും ചെയ്യും ഗൈസ്. അതാണ് പ്രശ്നം. മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പാത്രത്തിൽ പൊടിച്ച പാട് അങ്ങനെ വെച്ചതാണ്. അതിന് ഇനി ചെറിയ പാത്രത്തിൽ കാക്കണം. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചെറിയ ഒരു കയ്യിൽ ഫോണാണ് ഗൈസ്. അതാണ് ഒറ്റ കൈയും വെച്ചിട്ടാണ് അഭ്യാസം കേട്ടോ. പിന്നെ ഇഞ്ചി എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഇഞ്ചി നമ്മളന്ന് പറിച്ചു കൊടുന്ന് വെച്ചതാണ് കേട്ടോ. പെരുന്നാൾക്ക് ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചു കൊടുന്ന് വെച്ചുള്ള ഇഞ്ചി ബക്കറ്റിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കാബേജ് നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറ അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാബേജ് അതിലേക്ക് ചട്ടിക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെന്താ ചെയ്യാന്നറിയാം, ഇഞ്ചി പറിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ മാന്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് പിന്നെ അങ്ങനെ ആവശ്യത്തിന് അതൊന്ന് പോയിട്ട് ഇങ്ങനെ മാന്തിയെടുക്കുക ചെയ്യുക. കുറച്ച് മുമ്പ് ഇതിൻ്റെ മുമ്പ് പറിച്ച് കൊടുന്നത് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. നല്ല മഴയാണ് കണ്ടില്ലേ. ഇതിൻ്റെ മുമ്പേ കൊടുന്നത് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അത് മഴ പെയ്തിട്ടേ ഞാനിങ്ങനെ മാന്തിയെടുത്തിട്ട് ഇങ്ങനെ കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുണ്ടിൽ വെള്ളം നിന്നിട്ട് അത് ചീഞ്ഞു പോയി ഗൈസ്. ഇഞ്ചി ചീഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ കൂട്ടാനിക്കുള്ള അരപ്പ് ഇതൊക്കെ ശരിയാക്കിയിട്ട് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നല്ല വെന്ത് കഴിഞ്ഞിട്ടാണ് ഒന്ന് തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുക. മീൻ നന്നാക്കി എടുത്തിട്ടുള്ളൂ ഗൈസ്. അതിൻ്റെ ആ ആരുകൾ പറിച്ചെടുത്തിട്ടില്ല. അതിന് ഇനി 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അതിൻ്റെ ഉള്ളിൽ ഞാൻ കറുപ്പ് ആര് വലിച്ചെടുക്കണം. അത് വയറുവേദന പിടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിച്ചാലോ. വേണ്ടില്ല, മീൻ ഞാൻ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ടുള്ളൂ. ഇനി ഇതിന്ന് ആ കറുത്ത ആരുകൾ പറിച്ചെടുക്കണം. ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ ചീന്തിയിട്ടാണ് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ കൂട്ടാനിക്കുള്ളത് കൂട്ടാനിക്ക് ഇട്ടിട്ടുണ്ട്. പൊരിക്കാനുള്ളത് മസാല വരട്ടിയാണ് കേട്ടോ. ചെമ്മീൻ പൊരിക്കുകയാണ്, കറിയും പൊരിക്കലുമാണ് കേട്ടോ. അപ്പം അങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടാൻ കെടുന്ന് മറിയുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെമ്മീൻ കുട്ടന്മാരതിലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കൂടം പൊളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. പിന്നെന്താണ് കിട്ടുന്നില്ല ഗൈസ്. പിന്നെ അതിൻ്റെ ബാക്കി എന്താണ് മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല ഗൈസ്. ആ പാട്ട് എനിക്കറിയാം, പക്ഷേ വരുന്നില്ല വായിൽ. അപ്പം അങ്ങനെ ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ.
ഒഴിച്ച് കൊടുത്തു ഗൈസ്. ഇനി നമുക്കിത് ചെയ്യാം. ചെമ്മീൻ കുട്ടന്മാരെങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല തിളക്കുമ്പത്തിന് ഞാൻ ഇട്ട് കൊടുത്തുട്ടോ. എന്നാലല്ലേ നമുക്ക് കൈ വെച്ചിങ്ങനെ അതിനെങ്ങനെ നല്ല പരത്തി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എണ്ണ നല്ല ചൂടായിട്ടില്ല കേട്ടോ. നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരത്താൻ പറ്റൂല. പാകത്തിന് എണ്ണ ചൂടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ എല്ലാവരെയും നിരത്തി കൊടുക്കുകയാണ് ഗൈസ്. നിരത്തി എടുക്കുന്നുണ്ടോ ഗൈസ്? അപ്പം അങ്ങനെ അതെല്ലാതും നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി സിങ്കിൽ കൊണ്ടുപോയിട്ടിടാം. അങ്ങനെ പാത്രം സിങ്കിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ കയ്യും കൂടി കഴുകാം. ഒറ്റ ട്രിപ്പിൽ രണ്ടുണ്ട് കാര്യം. പാത്രം കൊട്ടത്തളത്തിലെത്തും ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് കഴുകി എടുക്കുകയും ചെയ്യാം ഗൈസ്. അപ്പം മീൻ തിളക്കുന്നുണ്ട്, അല്ല മീൻ മൊരിയുന്നുണ്ട് കിടന്നിട്ട്. കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമില്ലാതെ വാർത്തെടുക്കണം കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ നമ്മൾ മൊരിഞ്ഞ് വരുന്നുണ്ട് ചെമ്മീൻ ഫ്രൈ. പിന്നെ കൊള്ളി കേട്ടോ. 4 മണിക്ക് നമുക്ക് ഓരോ കൊള്ളി കഴിക്കാം. കൊള്ളി കിട്ടിയിട്ടുണ്ട്, അത് പുഴുങ്ങണം. അതിൻ്റെ ഇടയിൽ കുറുമ്പി വരിക എൻ്റെ അടുത്തേക്ക്. നമ്മൾ ആദ്യം ചെരുപ്പിടാതെ വന്നു. അപ്പം ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അവള് ചെരുപ്പ് എടുക്കാൻ പോയി. ചെരുപ്പ് ഇട്ടിട്ട് വരിക കേട്ടോ. എന്നിട്ട് അവള് കുറുമ്പ് കാട്ടാണ് കിടന്നിട്ട് അഭ്യാസങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വടി എടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ട പറഞ്ഞു. അങ്ങനെ കസാലയിൽ കയറി ഇരിക്കുക കേട്ടോ. കസാലയിൽ കയറി നിൽക്കുകയാണ്, ഇരിക്കല്ല. അവിടെ ആണെങ്കിലോ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ നിലത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ അടുത്ത് വികും വെഴുക്കും എന്ന് പറയണേ. അപ്പം ഞാൻ നിലത്തിരിക്കുമെന്ന് പറയാം. അപ്പം ഞാൻ അവിടുന്ന് എടുത്തിട്ട് അവളെ കസാലയിൽ ഇരുത്തി. ഇനി ഇവിടുന്ന് നീച്ച് കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് പറയാം കേട്ടോ. അപ്പം മുഖം ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ആൾ കൂളായിട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഉള്ളി വറുത്തിട്ടു കേട്ടോ. കടുക് വറല്ല ഉള്ളിവറ. അപ്പം അങ്ങനെ ഉള്ളി വറുത്തിട്ട് നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കൊള്ളി തൊലി കളഞ്ഞിട്ടുണ്ട്. കൊള്ളി പുഴുങ്ങാനാണ് കേട്ടോ. ഇതിനെ ഇനി നടു ഞാൻ ഒന്നും കൂടി പൊളിക്കും കേട്ടോ. 5 കഷ്ണമുണ്ട്. അപ്പോൾ ഈ 5 കഷ്ണത്തിന് നടു പൊളിക്കും. നിങ്ങൾ മക്കളെ കൊള്ളി പുഴുങ്ങുമ്പോഴേ ഇഞ്ചി ചതച്ചിട്ടോ കണി നല്ല ടേസ്റ്റാട്ടോ. ആ മണവും നല്ലതുണ്ടാവും. പിന്നെ ഗ്യാസിനൊക്കെ നല്ലതാത്ര കൊള്ളി പുഴുങ്ങണേന് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ. കൊള്ളി എന്നെ ചിലവർക്ക് ഗ്യാസല്ലേ, അപ്പം അതിൽ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവില്ല എന്നാണ് പറയുക. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം. കുക്കറിൽ കൊള്ളിയും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊള്ളി വെന്തു ഗൈസ്. പിന്നെ ചപ്പാത്തി 5 ചപ്പാത്തി കേട്ടോ. 2, 4, 5 ചപ്പാത്തി. കഴുകാനുള്ള പാത്രങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ വരാം.